പ്രിയപ്പെട്ടവരെ, തുടർന്ന് നാം ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നാം ഒരുങ്ങുകയാണ്. ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം അഡ്മിനിസ്ട്രേഷൻ ശുശ്രൂഷകനായ ശ്രീ അഗസ്റ്റിൻ തോമസ് ആണ്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് നല്ലൊരു ആരാധനയിലേക്ക് നമുക്ക് കടന്നു വരാം. ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 116 അധ്യായം 12 വാക്യം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചുരഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചുരഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാളിതുവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, കൃപകൾക്ക്, നന്മകൾക്ക് നമ്മൾ എന്ത് പകരം ഈശോയ്ക്ക് കൊടുക്കും? എന്ത് പകരം കൊടുത്താലാണ് അതിന് തുല്യമാവുക? എന്തുകൊണ്ട് നമുക്ക് അവയെല്ലാം വിലമതിക്കാൻ കഴിയും? പ്രതിസന്ധികളുടെ നാളുകളിൽ കർത്താവ് താങ്ങിയ നിമിഷങ്ങളിൽ, ബലഹീനമായി പോയ അവസ്ഥകളിൽ കർത്താവ് കൂടെ വന്നപ്പോൾ, നാം പോലും അറിയാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട നിമിഷങ്ങൾക്ക്, ആപത്തിലും അപകടത്തിലുമൊക്കെ പെട്ടപ്പോൾ കർത്താവ് നമ്മളെ താങ്ങിയത്, എന്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് പകരം കൊടുക്കാൻ കഴിയും? തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു, 13 വാക്യത്തിൽ പറയുന്നു, രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ഒരുപാട് നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. കടബാധ്യതകളുണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളുണ്ടാകാം, വലിയ പരാജയങ്ങളുണ്ടാകാം, അതുമല്ലെങ്കിൽ മറ്റാരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത, സ്വന്തം കുടുംബത്തിൽ പോലും പറയാൻ കഴിയാത്ത ഒത്തിരി വേദനകളിൽ കൂടിയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയം ഈ പ്രതിബന്ധങ്ങളുടെയും പ്രയാസങ്ങളുടെയും മതിലുകളുടെ മുൻപിൽ നിന്ന്, ഈ തടസ്സങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. കാനാൻ ദേശത്ത് എത്രയ ഇസ്രായേൽ ജനം തങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ഓരോ പ്രതിസന്ധികളുടെ മുൻപിലും, പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവരെ എങ്ങനെ നടത്തി എന്ന് അവർ ഓർമ്മിക്കുമായിരുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ ദൈവം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയി എന്ന് അവരോർത്ത് ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. ഈജിപ്ഷ്യൻ സൈന്യത്തിൻ്റെയും ചെങ്കടലിൻ്റെയും നടുവിലകപ്പെട്ടപ്പോൾ ചെങ്കടലെ പിളർത്തി മുൻപോട്ട് കൊണ്ടുപോയ ദൈവത്തെ അവരോർത്ത് നന്ദി പറയുമായിരുന്നു. തങ്ങൾക്ക് വിശന്നപ്പോൾ ആകാശത്ത് നിന്നും മന്ന പൊഴിച്ച്, അതുവരെ കേട്ടിട്ടില്ലാത്ത, അതുവരെ രുചിച്ചിട്ടില്ലാത്ത, ആരും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ച ദൈവത്തിനെ അവരോർത്ത് നന്ദി പറയുമായിരുന്നു. തങ്ങൾക്ക് ദാഹിച്ചപ്പോൾ പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്ത ദൈവത്തെ അവരോർത്ത് നന്ദി പറയുമായിരുന്നു. ഇറച്ചി തിന്നണമെന്ന് കൊതി തോന്നിയപ്പോൾ മഴ പോലെ കാടപ്പക്ഷികളെ പെയ്യിച്ച ദൈവത്തെ ഓർത്ത് അവർ നന്ദി പറയുമായിരുന്നു. കര കവിഞ്ഞൊഴുകിയ ജോർദാൻ നദിയുടെ തീരത്ത് നിന്നപ്പോൾ ഇന്നലകളിൽ ചെങ്കടൽ പിളർത്തിയ ദൈവം ഇന്ന് ജോർദാൻ ഞങ്ങൾക്ക് വേണ്ടി പിളർത്തുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ജെറീക്കോ കോട്ടയുടെ മുൻപിൽ, ഉയർന്നു നിന്ന ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവർ തങ്ങളെ നടത്തിയ ദൈവത്തെ, ഇന്നലകളിൽ തങ്ങളെ മുൻപോട്ട് നയിച്ച ദൈവത്തെ ഓർത്ത് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചപ്പോൾ അവരുടെ മുൻപിൽ പ്രതിബന്ധമായി നിന്ന ജെറീക്കോ കോട്ട തകർന്ന് താഴെ വീണു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയങ്ങളിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നിയമാവർത്തന പുസ്തകം 8 അധ്യായം 4 വാക്യത്തിൽ പറയുന്നു, 40 സംവത്സരങ്ങള് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ അവരുടെ വസ്ത്രങ്ങള് കേടുവന്നില്ല, കീറിപ്പോയില്ല, അവരുടെ പാദങ്ങൾ നീര് വന്ന് വീർത്തില്ല. ആരാണ് അവരെ താങ്ങിയത്? ഈ 40 സംവത്സരങ്ങൾ അവരെ താങ്ങിയത് സർവശക്തനായ ദൈവമാണ്. അതുപോലെ നമ്മളെയും ഈ കാലമത്രയും താങ്ങിയതും നടത്തിയതും നമ്മുടെ സർവശക്തനായ ദൈവമാണ്.
ഈ നാളുകളിലൊക്കെയും എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ നയിച്ച നമ്മുടെ ദൈവം, ഇന്നലകളിൽ നയിച്ച ദൈവം ഇന്നും നമ്മളെ നയിക്കും. എത്ര വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും, മതിലുകൾ പോലെ അവ ഉയർന്നു നിന്നാലും, സർവശക്തനായ ദൈവം ഇന്നും നമ്മളെ നയിക്കും. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം. എത്ര വലിയ പ്രശ്നങ്ങളോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിലും, എത്ര വലിയ പ്രയാസങ്ങൾ എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിലും, എൻ്റെ കർത്താവ് എനിക്ക് മുൻപിൽ നിന്ന് എനിക്ക് മുൻപേ പോരാടിക്കൊണ്ട് അവയെ തകർത്ത് കളയും. എത്ര ഉയർന്ന മതിലുകളാണെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി അവ താഴെ വീഴ്ത്തും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, നന്മകളെ ഓർത്ത്, കൃപകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. കർത്താവേ മഹത്വം. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ നന്മകളെയും ഈ സമയം നമുക്ക് ഓർത്താം. എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾ നമുക്ക് ഓർക്കാം. ഈ സമയങ്ങളിൽ അല്ലാതൊന്നുമില്ലപ്പാ, കർത്താവിന് നന്ദി പറയാം. നമുക്ക് നാവൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ, എന്റെ നാവൽ ചൊല്ലിടുവാനാ. എന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തി നമുക്ക് ഓർക്കാം. കരങ്ങൾ ഉയർത്തി സ്നേഹമോർക്കുമ്പോൾ ഇങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ സാധിക്കും. സ്നേഹമോർക്കുമ്പോൾ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം, നമ്മളെ മുമ്പോട്ട് നയിച്ചത് ദൈവമാണ്. നട്ടതും നനച്ചതും ദൈവമാണ്. ഒന്നുമല്ലാതിരുന്നിടത്തു നിന്നും ഇത്രത്തോളം എത്തിയത് ദൈവമാണ് നമ്മളെ എത്തിച്ചത്. ഇന്ന് ഇവിടെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ നമുക്ക് ഇടയാതെ നമ്മുടെ ദൈവം നമ്മളെ കരുതിയത് കൊണ്ടാണ്. കർത്താവിന്റെ വചനം പറയുന്നു, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. ഒരു വാക്കെന്റെ നാവിലെത്തുന്നതിന് മുമ്പ് അത് കർത്താവ് അറിഞ്ഞു. എൻ്റെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. എൻ്റെ പ്രതിസന്ധികൾ അറിയുന്ന ദൈവം കൂടെയുണ്ട്. നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഒന്നുമല്ലാതിരുന്നിടത്തു നിന്നും എന്നെ ഉയർത്തിയത് ദൈവമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാം. പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കൊടുക്കാം. ഈ നിമിഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി.
എന്നെ സ്നേഹിച്ചു. സ്വന്ത ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാനാ വേറെ എന്ത് ഞാൻ ദൈവത്തിന് നൽകും? സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവൽ ചൊല്ലിടുവാൻ പകരം ഞാൻ എന്ത് ദൈവത്തിന് കൊടുക്കും? സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്തം ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ. കരങ്ങൾ ഉയർത്തി നിന്റെ സ്നേഹമോർക്കുമ്പോൾ, കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വന്യാകമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യ സ്നേഹമോർക്കുമ്പോൾ, കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, കാൽവരിയോളം നമ്മളെ സ്നേഹിച്ച മറ്റാരാ ഉള്ളത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരി കയറിയവനോളം തുല്യനായിട്ട് മറ്റാരാ ഉള്ളത്? നമ്മൾ ഏൽക്കേണ്ട മുറിവുകൾ അവന്റെ ശരീരത്തിൽ അവൻ വഹിച്ചു. നമ്മൾ വഹിക്കേണ്ട ഭാരങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചുമന്നു. നമുക്ക് അവിടുന്ന് രക്ഷ നൽകി, അവന്റെ ജീവൻ നൽകി നമ്മളെ രക്ഷപ്പെടുത്തി. കാൽവരിയിലെ അവന്റെ സ്നേഹം നമുക്ക് ഈ സമയങ്ങളിൽ ഓർക്കാം. അവന് നന്ദി പറയാം ദൈവത്തിന്. സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ രക്ഷിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കാൽവരീതൻ സ്നേഹമോർക്കുമ്പോ കൺകൾ നിറയും എന്റെ പ്രിയരേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ കാൽവരി തൻ സ്നേഹമോർക്കുമോ കണ്കൾ നിറയും എന്റെ പ്രിയരേ. അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ല അതൊന്നുമില്ലപ്പാ. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്നേഹമോർക്കുമ്പോൾ, കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യ സ്നേഹമോർക്കുമ്പോൾ, കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഈശോയെ മഹത്വം. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ആരാധന. ഈശോയെ മഹത്വം, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. നമുക്ക് ശാന്തമാകാം, ഉറച്ചു വിശ്വസിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന്. കർത്താവിന്റെ വചനം നമുക്ക് ഓർക്കാം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഹല്ലേലൂയ.